ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കലൊരു പെൺകുട്ടി തൻ്റെ പിതാവിനോട് ഇപ്രകാരം ചോദിച്ചു, പപ്പ, നമ്മുടെ ജീവിതത്തിലൊക്കെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? പിതാവ് ആ മകളെ വിളിച്ചുകൊണ്ട് ആ വീടിൻ്റെ അടുക്കളയിലേക്ക് പോയതിനു ശേഷം അവിടെ സ്റ്റൗവിൽ കുറച്ച് വെള്ളം വെച്ചു. അത് തിളച്ചു വന്നപ്പോൾ അതിലേക്ക് ഒരു ക്യാരറ്റ്, ഒരു മുട്ട, ഒരൽപ്പം കാപ്പിപ്പൊടി ഇവ ഇട്ടു. ചില മിനിറ്റുകൾക്ക് ശേഷം ആ പിതാവ് മകളോട് പറഞ്ഞു, അവയെ പോയി ഒന്ന് നോക്കുവാൻ. നോക്കിയപ്പോൾ ആ ക്യാരറ്റ് അത് പഞ്ഞി പോലെ അതിൻ്റെ കാഠിന്യമെല്ലാം പോയി ആ ഒരു അവസ്ഥയിലാക്കി അത് മാറി, മൃദുവായി അത് മാറി. മുട്ട കട്ടിയായി മാറി. കാപ്പിപ്പൊടി ആ വെള്ളത്തിന്റെ കളറും ഗുണവും എല്ലാം മാറ്റി അതൊരു പാനീയമാക്കി മാറ്റി. ആ വെള്ളം സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധിയാണ്. ആ ക്യാരറ്റ് അതുപോലെ കട്ടിയുള്ള ഒരു അനുഭവത്തിലുള്ള ചില ജീവിതങ്ങളെ കാണിക്കുകയാണ്. പ്രതിസന്ധിയിൽ, അതായത് ആ വെള്ളത്തിലിട്ടപ്പോൾ ആ പ്രതിസന്ധിയിൽ നിൽക്കുവാൻ കഴിയാതെ അതിന്റെ കാഠിന്യമെല്ലാം പോയി അത് മൃദുവായി, അതിൽ ലോലമായി തകർന്നു പോകുകയാണ്. പക്ഷെ മുട്ടയെ സംബന്ധിച്ചിടത്തോളം മുട്ടയ്ക്കുള്ളിൽ വളരെ മൃദുവായ ഒരവസ്ഥയാണ്. പക്ഷെ ഈ കാഠിന്യതയിൽ, ആ ചൂടിന്റെ അനുഭവത്തിൽ, ആ തിളയ്ക്കുന്ന അനുഭവത്തിൽ അത് വന്നപ്പോൾ അതിന് കാഠിന്യം കയറി വന്നു. പക്ഷെ കാപ്പിപ്പൊടിയാണെങ്കിൽ ആ തിളയ്ക്കുന്ന അനുഭവത്തിൽ വന്നപ്പോൾ, തിളച്ചു മറിയുന്ന വെള്ളത്തിന്റെ അനുഭവ ജീവിതത്തിൽ വന്നപ്പോൾ അത് അതിന്റെ ഗുണവും നിറവും മണവും എല്ലാം മാറ്റി അതിനൊരു പാനീയമാക്കി മാറ്റി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയാണ് ചില സമയങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കാഠിന്യം കയറി വരും. ചിലരുടെ ജീവിതം കുട്ടയെ പോലെ കല്ലിന്റെ അനുഭവത്തിൽ കടന്നു വരും. ചിലർ ആ പ്രതിസന്ധിയിലും ഒരു നിറവും ഗുണവുമുള്ള ഒരു ദൈവപൈതലായി മാറും. നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം സംഭവിക്കണം? നമ്മുടെ ദൈവകൃപ കൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രതികൂലം കടന്നു വന്നാലും അതിനെ തരണം ചെയ്യുവാൻ കഴിയണം. 1 യോഹന്നാൻ 16:33 എങ്ങനെ കാണപ്പെടുന്നു? ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട് എങ്കിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അത് ലോകത്തെ ജയിച്ച ആ ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രതികൂലങ്ങളുടെ മുമ്പിൽ തകർന്നു പോകുന്നവരായിട്ടില്ല. ആ പ്രതികൂലങ്ങളുടെ നടുവിലും നമ്മളെ ജയാളിയായിക്കൊണ്ട് നടത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതെ, ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒരു ദൈവങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ഏവരെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഈ വീഡിയോ ബെൻഡപ്പ് ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.